ബ്രദർ ഇന്നലെ പറഞ്ഞ അനുസരിച്ച് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് എനിക്കങ്ങനെ ഒരു പരിചയമില്ല. 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ദൈവമേ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കാനൊരു സാഹചര്യം കിട്ടണമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. അപ്പം വീട്ടിലായിരുന്നു. പിന്നെ ചാച്ച മരിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, എന്നും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മച്ചിക്ക് കൂട്ടിന് വേണ്ടി ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പം വീട്ടിൽ ഇങ്ങനെ കിടന്നപ്പം ഭയങ്കര മഴ പെയ്തു. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളമില്ലേ? അപ്പം പറഞ്ഞു, പാത്രമൊക്കെ എടുത്തൊക്കെ അമ്മച്ചി പിന്നെ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് വെള്ളം പിടിക്കാമെന്ന് പറഞ്ഞു. ആ വെള്ളമൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ബ്രദർ പറഞ്ഞാണല്ലോ പ്രാർത്ഥിക്കാനാണല്ലോ, വെള്ളം പിടിക്കാനല്ലോ സംഭവം. അപ്പം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മച്ചി മരിച്ച പിന്നെ ഞങ്ങളിന്നും പ്രാർത്ഥിക്കും 40 സ്വർഗ്ഗസ്ഥനായ മരിച്ചവർക്ക് വേണ്ടി. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് ടീമിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ കടലാസ് എടുത്തിട്ട് ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പം സമാധാനമായി, ടെൻഷനൊക്കെ കുറച്ച് വിട്ടു. എനിക്ക് കൂടുതൽ ആ വിഷയത്തിൽ പിന്നെ ഉടനെ തന്നെ തിരിച്ച് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും വലിയ കൃപ തന്നു. ദൈവത്തെ സ്തുതി.